പ്രൈസ് ലോർഡ്. കർത്താവിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പിന്നെയും ബൈബിൾ സ്റ്റഡി ആയിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ ദൈവം തന്ന നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനോട് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൊരിന്ത്യ ലേഖനത്തിൽ നിന്നാണ് നാം പഠിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇന്ന് കൊരിന്ത്യ ലേഖനത്തിന്റെ 15-ാം അധ്യായമാണ് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. 7-ാം അധ്യായം തൊട്ട് നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് ഓരോ കത്തിന്റെ ഓരോ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ടാണ് ഈ ലേഖനം എഴുതുന്നത്. 7-ാം അധ്യായം തൊട്ട് കൊരിന്ത്യ സഭയിലുള്ള പ്രിയപ്പെട്ടവർ ചോദിച്ച പല ചോദ്യങ്ങളുടെ ഉത്തരമാണ് 7-ാം അധ്യായം മുതൽ നാം കാണുന്നത്. ഒന്ന് വിവാഹത്തെക്കുറിച്ച് അവർ ചോദിക്കുവാനായിട്ടിടയായി, വിഗ്രഹാർപ്പിതത്തെക്കുറിച്ച്, ശുശ്രൂഷകളെക്കുറിച്ച്, അതുപോലെ കൃപാവരങ്ങളെക്കുറിച്ചും ദൈവസഭയിൽ എന്തൊക്കെ ഓർഡർ ഉണ്ടായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമുക്ക് ചിന്തിക്കുവാനായിട്ടിടയായത്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെയും അവരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പൗലോസ് പറയുന്നത്. അത് പുനരുത്ഥാനം, റിസറക്ഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് പൗലോസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വളരെ പ്രാർത്ഥനകളിലൂടെ ഇന്ന് ആയിരിക്കാം. ഇത് നമ്മുടെ ജീവിതത്തിലും വളരെ അനുഗ്രഹമായിരിക്കണം. ഈ കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലും അത് പതിയേണ്ടതിന് വേണ്ടി വളരെ പ്രാർത്ഥനകളിലൂടെ നമുക്കായിരിക്കാം. അപ്പൊ എന്താണ് പുനരുത്ഥാനം, അല്ലെങ്കിൽ എന്താണ് റിസറക്ഷൻ ഓഫ് ക്രൈസ്റ്റ്, എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, അത് എപ്പോൾ സംഭവിക്കും, അത് നമ്മുടെ ജീവിതത്തിൽ അത് എപ്പോഴ് സംഭവിക്കും എന്നുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ ചോദ്യമുണ്ടായത്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പലർക്കും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് റിസറക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന്, നമ്മുടെ കർത്താവായ 2 കാര്യങ്ങളാണ് ഇവിടെ നാം കാണുന്നത്. ഒന്ന്, കർത്താവിന്റെ റിസറക്ഷൻ, കർത്താവിന്റെ പുനരുദ്ധാനം, അതോടൊപ്പം തന്നെ ദൈവജനത്തിന്റെ പുനരുദ്ധാനം. ഇത് രണ്ടും 2 ഭാഗങ്ങളായിട്ട് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശു കർത്താവിന്റെ പുനരുദ്ധാനത്തെ കുറിച്ച്, അതിന്റെ പ്രൂഫിനെ കുറിച്ചും ഒക്കെ പൗലോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അതിനുശേഷം ഇത് ഉണ്ടായതുകൊണ്ട്, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് വിശ്വാസികളും ഉയർത്തെഴുന്നേൽക്കും. അതാണ് 20 വരെയുള്ള വാക്യങ്ങളിൽ, 12 തൊട്ട് 20 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. അപ്പൊ അതിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. എന്നാൽ സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് സുവിശേഷിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും നിങ്ങൾ വിശ്വസിച്ചതും വൃഥാവല്ലെന്ന് വരികിൽ നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതുമായ സുവിശേഷം നിങ്ങൾ പിടിച്ചുകൊണ്ടാൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. അപ്പൊ ഈ ഗോസ്പൽ എന്താണ് പൗലോസ് പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്? കണ്ടീഷൻ ഓഫ് സാൽവേഷൻ. ഈ ഗോസ്പലാണ് ഒന്നാമത്തെ വാക്യത്തില് സുവിശേഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒന്ന്, നിങ്ങളുടെ ഇടയിൽ ഞാൻ സംസാരിച്ച സുവിശേഷവചനം, ദ ഗുഡ് ന്യൂസ് ഐ പ്രീച്ച് ടു യു ബിഫോർ. പൗലോസ് കൊരിന്ത്യ സഭയിലായിരിക്കുമ്പോൾ, ആ ദേശങ്ങളിലായിരിക്കുമ്പോൾ അവരോട് സംസാരിച്ച ദൈവവചനം, അത് നിങ്ങൾ സ്വീകരിച്ചു, അതിൽ തന്നെ നിങ്ങൾ മുറുകെ പിടിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. എന്ത് സംഭവിച്ചിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. പൗലോസ് പറഞ്ഞ തിരുവചനങ്ങളും പൗലോസ് അന്ന് അവിടെ ആയിരിക്കുമ്പോൾ ഈ സുവിശേഷത്തിലൊക്കെ ഉറച്ചു നിന്ന പ്രിയപ്പെട്ടവർ അതിനുശേഷമുണ്ടായ പല തരത്തിലുള്ള പഠനങ്ങളിൽ അല്ലെങ്കിൽ പഠിപ്പീരുകളിൽ തെറ്റിപ്പോയ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ പറയുന്നത് ഹോൾഡിങ് ഫേം ടു ദ ഗോസ്പൽ. അപ്പൊ ഈ ഗോസ്പൽ തരുന്ന അഷുറൻസിനെ കുറിച്ചാണ് 2-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. അഷുറൻസ് ആൻഡ് വാർണിംഗ്, ഈ 2 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. The gospel save if we hold firm to it, unless belief was in vain. ഈ salvation, condition of salvation, it depends on holding firmly to the gospel. Gospel എന്താണെന്ന് തുടർന്നുള്ള വാക്യങ്ങളിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ പലപ്പോഴും യഥാർത്ഥ സുവിശേഷത്തിന് പകരം ഡെലിവറൻസിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സുവിശേഷം പലപ്പോഴും പലയിടത്തും നമ്മൾ കേൾക്കാറുണ്ട്. ഒരുപാട് ജനമൊക്കെ ഈ വിടുതലിന്റെ സുവിശേഷം, അതൊരു മറ്റൊരു സുവിശേഷം എന്നുള്ളതാണ് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കർത്താവിന്റെ ക്രൂശീകരണവും കർത്താവിന്റെ മരണവും കർത്താവ് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റതുമാണ് സുവിശേഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മർമ്മം.
അതിനകത്ത് മുറുകെ പിടിക്കുക. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നോട്ട് സാൽവേഷൻ ബൈ വർക്ക്, ഇറ്റ് പെർസീവറൻസ് ഓഫ് ജെന്യൂൻ ഫെയ്ത്ത്. ഇതാണ് ഒരു വാർണിംഗ് ആയിട്ട് ഇവിടെ പറയുന്നത്. ഫോൾസ് ടീച്ചിങ്, എസ്പെഷ്യലി ഡിനയിങ് റിസറക്ഷൻ, ത്രെറ്റൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ക്രിസ്ത്യൻ ഫെയ്ത്ത്. ഒരുപാട് പേർക്കും അന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു കർത്താവിന്റെ പുനരുത്ഥാനം. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നവർ പോലും ദൈവജനം, അല്ലെങ്കിൽ ഇന്ന് മരിച്ച് അടക്കപ്പെട്ട വ്യക്തികൾ കർത്താവിനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ഒരു വിശ്വാസം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലയളവിൽ നോക്കിയാലും ഒരുപാട് പേർക്കും ഇതൊരു ഹിസ്റ്ററി ആയിട്ട് അറിയാമെങ്കിലും എത്രത്തോളം ആഴത്തിൽ നമ്മൾ ആ ഒരു വിഷയത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളത് നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. നമ്മുടെ ഹൃദയങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നാമും കർത്താവിനോടുകൂടി ഉയർത്തെഴുന്നേൽക്കും. ഇതെല്ലാം നമുക്ക് അറിവുണ്ട്, എങ്കിലും എത്രത്തോളം അതിനകത്ത് നമ്മളങ്ങ് ഹോൾഡ് ഓൺ ചെയ്യുന്നു എന്നുള്ളത് നാം ഒന്ന് ചിന്തിക്കണം. എന്താ ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, അങ്ങനെ നാം ഹോൾഡ് ഓൺ ചെയ്യുന്നു എന്ന് പൂർണ്ണമായിട്ടും നമ്മുടെ ഹൃദയമൊക്കെ നമ്മൾ പൂർണ്ണമായിട്ടും അതിനകത്ത് അങ്ങ് ഉറച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോ ദിവസത്തെയും നാം എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു, ഓരോ ദിവസത്തെയും നാം എങ്ങനെ കാണുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാം കാണുവാനായിട്ട് ഇടയാകും. അതിനനുസരിച്ച് നാം എല്ലാം ഈ ലോകം വിട്ടിട്ട് ഒരു നാൾ കർത്താവിൻ്റെ കൂടെ പോകുന്നവരാണ് എന്നുള്ള വലിയൊരു ബോധ്യം. ചിലരുടെ ജീവിതത്തിൽ അത് ഭയങ്കര പ്രത്യാശയായിരിക്കും, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് ഭയങ്കര ഭയമായിരിക്കും. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ അത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കാം. അവിടെ അതുപോലെ തന്നെ ഒത്തന്റിസിറ്റി ഓഫ് ഫെയ്ത്തിനെ കുറിച്ചും ഈ ഫോൾസ് ടീച്ചിങ്ങിനെ കുറിച്ചും പൗലോസ് പറയുന്നത്, ഫോൾസ് ടീച്ചിങ് ഇൻ കോറിന്ത്, എസ്പെഷ്യലി ഡിനയൽ ഓഫ് ബോൾഡ്ലി റിസറക്ഷൻ. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പലർക്കും വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. പോളിന്റെ ഒരു ആർഗ്യുമെന്റ് ഇവിടെ പറയുന്നത്, സെറ്റപ്പ് ഇൻ പോൾസ് ലോജിക്, ഇഫ് റിസറക്ഷൻ ഈസ് ഡിനൈഡ് ദ ഫെയ്ത്ത് ഇറ്റ് സെൽഫ് ഈസ് കൊളാപ്സ്. അപ്പം പുനരുദ്ധാനത്തെ കുറിച്ച് പറയുന്നു, അത് ഡിനൈ ചെയ്യുവാണെങ്കിൽ, അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ വിശ്വാസം തന്നെ വ്യർത്ഥമാണ്, ഈ വിശ്വാസത്തിനകത്ത് ഒരർത്ഥവുമില്ല എന്നുള്ളതാണ് 1-2 വാക്യങ്ങളിൽ നാം പഠിക്കുന്നത്. അതിന്റെ 3-ാമത്തെ വാക്യം, ക്രിസ്തു നമ്മളുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. ഇവിടെ പൗലോസ് പറയുന്ന ഒരു അപ്പോസ്റ്റോളിക് ട്രാൻസ്മിഷൻ എന്നുള്ള ഒരു പദം ഇംഗ്ലീഷ് ബൈബിളിൽ കാണാനായിട്ട് കഴിയും. മലയാളത്തിൽ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞതുപോലെ, എന്താണ് ഗോസ്പൽ, എന്താണ് അപ്പോസ്തലന്മാർ ജനത്തെ പഠിപ്പിച്ച അല്ലെങ്കിൽ അന്ന് സംസാരിച്ച തിരുവചനം എന്നുള്ളത്, അല്ലെങ്കിൽ ഗോസ്പലിന്റെ ഏറ്റവും കാതലായ കാര്യം എന്താണെന്നുള്ളത് ഇവിടെ പൗലോസ് പറയുന്നു. വൺ ഓഫ് ദ ഏർലിയസ്റ്റ് സമ്മറീസ് ഓഫ് ക്രിസ്ത്യൻ ക്രീഡ്, the Christ died for our sins according to the scripture. അപ്പോൾ അതാണ് പോൾ വളരെ സ്ട്രെസ് ചെയ്തിട്ട് പറയുന്ന ഒരു കാര്യം. പോൾ stressed this is of first importance, something he received and passed on. നമ്മുടെ സുവിശേഷം എന്താണെന്ന് ചോദിച്ചാൽ, യേശു എൻ്റെ രോഗം മാറ്റിയെന്നുള്ളതോ, എൻ്റെ കടം മാറിയെന്നുള്ളതോ, അല്ലെങ്കിൽ എൻ്റെ അവസ്ഥകളെ മാറ്റിയെന്നുള്ളതോ അല്ല. നമ്മൾ എവിടെ സുവിശേഷം പറഞ്ഞാലും ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ സുവിശേഷം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. ഇതാണ് സുവിശേഷം. ഇത് വളരെ വ്യക്തമായിട്ട് നാം പറയണം. അതിനകത്ത് തന്നെ, ഇതിനകത്ത് ഈ പദത്തിൽ തന്നെ ഒരു സബ്സ്റ്റിറ്റ്യൂഷണറി അറ്റോൺമെന്റിനെ കുറിച്ചും പറയുന്നു. ഫോർ അവർ സിൻസ്, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് കർത്താവ് മരിക്കുവാനായിട്ടിടയായി. അപ്പൊ എന്താണ് ഇതൊരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു ആക്ട് ആയിട്ട് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ സിൻ ഈസ് ദ ഹ്യൂമാനിറ്റീസ് സെൻട്രൽ പ്രോബ്ലം. ക്രൈസ്റ്റ് ഡെത്ത് ഈസ് ദ ഗോഡ് സൊല്യൂഷൻ. അപ്പൊ മനുഷ്യവർഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലം ആയിരുന്നു ഈ പാപം.
അതിന് പരിഹാരമായിട്ട് കർത്താവ് മരിച്ചു. അത് വളരെ വ്യക്തമായിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കണം. അതാണ് യഥാർത്ഥ സുവിശേഷം. അതിലാണ് ജനം വിശ്വസിക്കേണ്ടത്. അതാണ് പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പോസ്റ്റോലിക് ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ അപ്പോസ്റ്റോലിക് ട്രഡീഷൻ. അതാണ് ദൈവജനം ഫോളോ ചെയ്യേണ്ടതായിട്ട് ഉള്ളത്. ഇന്ന് പലതരത്തില് നമുക്ക് മീഡിയാസ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. എന്നാലും ഈ കാതലായിട്ടുള്ള സുവിശേഷം അത് അതിനകത്തുനിന്ന് വ്യതിചലിക്കുവാനായിട്ട് പാടില്ല. യെശയ്യാവിന്റെ പുസ്തകം 53-ാം അധ്യായത്തിലൊക്കെ ഇതിനെക്കുറിച്ചാണ് നാം കാണുന്നത്. ഇപ്പൊ ക്രോസ് ആൻഡ് റിസറക്ഷൻ യൂണിറ്റി, ദ വേഴ്സ് ബാലൻസ് ദ റിസറക്ഷൻ വിത്ത് അറ്റോണിങ് ഡെത്ത്. നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ട് കർത്താവ് മരിച്ചു. ഇതൊരു ബാലൻസ്ഡ് ആയിട്ടാണ് പൗലോസ് ഈ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 4-ാമത്തെ വാക്യം, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിനും പിന്നെ 12 പേർക്കും പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ. ഇപ്പം 1-2 കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാം. ഒന്ന്, പൗലോസിന്റെ പ്രസംഗം. പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളോട് ആദ്യകാലം തൊട്ടേ പ്രസംഗിച്ചത് ഒരു കാര്യം തന്നെ, അല്ലാതെ ഞാൻ എൻ്റെ പ്രസംഗത്തിനകത്ത് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ആദ്യകാലം തൊട്ടേ ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചതെല്ലാം അത് തന്നെയാണ്. അത് പിന്നെയും റീൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൗലോസ് ഈ ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് 3-4 കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ ഈ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നു. ഹി വാസ് ബറീഡ്. അപ്പം കർത്താവ് മരിച്ചു, താൻ അടക്കപ്പെട്ടു. അതിനുശേഷം ഹി വാസ് റൈസ്ഡ് ഫ്രം ദ ഡെഡ് ഓൺ ദ 3rd day just as scripture said. അപ്പൊ ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലന്മാര്, പ്രവാചകന്മാര്, ഇവരെല്ലാം വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ച ഒരേ കാര്യം തന്നെയാണ്. പ്രവാചകന്മാരിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് അരുളി ചെയ്തിരിക്കുന്ന ആ പ്രവചനത്തിന്റെ നിവൃത്തിയാണ് ഇവിടെ കാണുന്നത്. ഇത് പിന്നെയും പൗലോസ് വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഈ 3-ാം നാൾ, ഹോസേയ അതിന്റെ 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിലൊക്കെ വളരെ വ്യക്തമായിട്ട് യോനയുടെ അടയാളം വളരെ വ്യക്തമായിട്ട് ഇവിടെ പറയുന്ന ഒരു കാര്യം, 3 ദിവസത്തിൽ 3-ാമത്തെ ദിവസം കർത്താവ് ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള കാര്യത്തിലൊക്കെ വളരെ വ്യക്തതയുണ്ടെന്നുള്ളതാണ് നാം ഈ ഭാഗത്തിനകത്ത് കാണുന്നത്. ഇത് പെട്ടെന്ന് നടന്ന ഒരു സംഭവമല്ല, പെട്ടെന്ന് റിയാക്റ്റീവായിട്ട് സംഭവിച്ച ഒരു കാര്യമല്ല. ഇതെല്ലാം കർത്താവിൻ്റെ വളരെ ഈ ലോക സ്ഥാപനത്തിന് മുമ്പേ ഉള്ള കർത്താവിൻ്റെ പ്ലാൻ ആയിരുന്നു ഈ കർത്താവിൻ്റെ മരണവും ഈ പുനരുദ്ധാനവും എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഈ ഭാഗത്തിൽ കാണാനായിട്ട് കഴിയും. അതിൻ്റെ 5-ാമത്തെ വാക്യം, അനന്തരം അവർ 500-ൽ അധികം സഹോദരന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. അവർ മിക്ക പേരും ഇന്ന് വരെ ജീവനോടിരിക്കുന്നു, ചിലരോ നിദ്ര പ്രാപിച്ചിരിക്കുന്നു. ഈ കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ല എന്ന് വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരോടാണ് ഇത് പറയുന്നത്. 500-ലധികം പേർക്ക് കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം അവൻ പ്രത്യക്ഷനായി. അതിൽ പ്രധാനപ്പെട്ട 1-2 വ്യക്തികളെ കുറിച്ച് ഇവിടെ പറയുന്നു. ക്രൈസ്റ്റ് അപ്പിയർഡ് ടു പീറ്റർ, then to 12 apostles, and ഇവരെ കുറിച്ചെല്ലാം അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു. 12 അപ്പോസ്തലന്മാർക്കും പത്രോസിനുമൊക്കെ അവൻ പ്രത്യക്ഷനായി. 6-ാമത്തെ വാക്യത്തിൽ പിന്നെയും പറയുന്നുണ്ട്, ഇറ്റ്സ് എ ലാർജ് നമ്പർ ഓഫ് വിറ്റ്നസ്സസ് ഉണ്ട് കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ച്. ഇതൊരു കെട്ടുകഥയല്ല, ഇതൊരു മിത്തല്ല, ഇത് നടന്ന ഒരു കാര്യമാണ്. അപ്പോളജറ്റിക്കായിട്ട് പൗലോസ് ഇത് തെളിയിക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ പറയുന്നു, ഇന്നും അതില് പലരും അന്നത്തെ കാലത്ത്, ആ ലേഖനം എഴുതുന്ന കാലത്ത് പലരും അന്നും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഇത് നോൺ നെഗോഷ്യബിൾ ആയിട്ടുള്ള, അൺഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ഫാക്റ്റാണ്, ഒരു സത്യമാണ് എന്നുള്ളതാണ് ഈ 5-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. അതിന്റെ 6-7 വാക്യങ്ങൾ, 7-ാമത്തെ വാക്യം, അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി. യാക്കോബിനെ കുറിച്ച് പറയുന്നു, ജെയിംസ് ലേറ്റർ ലെഡ് ദ ജെറുസലേം ചർച്ച്. യെരുശലേം ചർച്ചിലെ, അവിടുത്തെ ആലയത്തിലെ മൂപ്പനായിരുന്ന ജെയിംസിനും കർത്താവ് പ്രത്യക്ഷനാകുവാനായിട്ടിടയായി. ഇപ്പൊ ഇവരുടെ എല്ലാം പേരിങ്ങനെ എടുത്തു പറഞ്ഞിരിക്കുന്നത്, ഒന്ന് പിന്മാറ്റത്തിൽ പോയ പത്രോസ്, പിന്നെ
അന്ന് സ്കെപ്റ്റിക്കലായിട്ട്, അന്ന് വിശ്വസിക്കാത്ത യാക്കോബ്, പിന്നെ കുറെ 12 അപ്പോസ്തലന്മാർ, പിന്നെ ഇതെല്ലാം ഉപരിയായിട്ട് 500-ലധികം സഹോദരന്മാർ, ഇവർക്കെല്ലാം കർത്താവ് പ്രത്യക്ഷനാകുവാനായിട്ടിടയായി. ഇതെല്ലാം തെളിയിക്കുന്ന ഒരൊറ്റ കാര്യമാണ് കർത്താവിന്റെ ഉയർപ്പ് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ചാണ് ഒരു തിയോളജിക്കൽ സിഗ്നിഫിക്കൻസ് ആയിട്ട് പൗലോസിലൂടെ എടുത്തു പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പൗലോസിനെ കുറിച്ച് 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ലാസ്റ്റ് ഓഫ് ഓൾ, ആസ് ദോ ഐ ഹാഡ് ബീൻ ബോൺ അറ്റ് ദ റോങ് ടൈം, ഐ ഓൾസോ സോ ഹിം. പൗലോസ് വളരെ ഹംബിളായിട്ട് തൻ്റെ കാര്യവും ഇതിനകത്ത് പറയുകയാണ്. അന്ന് അപ്പോസ്തലന്മാർ ജീവിച്ചിരുന്ന കാലത്ത്, കർത്താവിനെ ഫോളോ ചെയ്തിരുന്ന കാലത്ത്, അന്ന് താൻ ജീവിച്ചിരുന്നില്ല. എന്നാൽ പിൽക്കാലത്ത് കർത്താവിലേക്ക് കടന്നു വരുവാനും ഈ കർത്താവിനെ കാണുവാനായിട്ടും ഒക്കെ തൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസരം ലഭിച്ചു എന്നുള്ളതാണ് 8-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത്. The Paul's conversion, persecuted to apostles, one of the Christians' strongest evidence ആയിട്ട് മാറാനായിട്ടിടയായി. ആദ്യം ദൈവസഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന അപ്പോസ്തലനായ പൗലോസ് അന്ന് ഈ ലേഖനം എഴുതുമ്പോൾ പൗലോസ് തന്നെ പറയാം, തൻ്റെ ജീവിതത്തിൽ കർത്താവ് ഉണ്ടാക്കിയ മാറ്റം, കർത്താവിൻ്റെ റിസറക്ഷൻ പവർ തന്നെ മാറ്റുവാനായിട്ടിടയായി. നേരത്തെ വലിയൊരു ലിസ്റ്റിൽ ഉള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞിരുന്നു. അവരെല്ലാം കർത്താവിൻ്റെ ക്രൂശീകരണത്തിൽ പലരും പിന്മാകിപ്പോയവരാണ്, പലരും കർത്താവിനെ വിശ്വസിക്കാത്തവരാണ്. എന്നാൽ കർത്താവിൻ്റെ ക്രൂശീകരണത്തിന് ശേഷം തൻ്റെ റിസറക്ഷൻ പവർ അവരിൽ വെളിപ്പെട്ടപ്പോൾ അവരെല്ലാം കർത്താവിൻ്റെ വലിയ വിറ്റ്നസ്സസ് ആയി മാറി. അതിൽ പൗലോസ് തൻ്റെ പേരും കൂടെ ചേർത്ത് പറയുകയാണ്, അന്ന് കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് തൻ്റെ ജീവിതത്തിൽ നടന്നില്ല എങ്കിലും ഇന്ന് കർത്താവിൻ്റെ ആ പവർ, കർത്താവിൻ്റെ ആ ഉയർപ്പിൻ്റെ ശക്തി തൻ്റെ ജീവിതത്തെ മാറ്റുവാനായിട്ട് ഇടയായി. വളരെ ഹംബിളായിട്ട് ഈ നെവർ അണ്ടർസ്കോർ ദ ഗ്രേസ്, അപ്പം ആ കൃപയാണ് തന്നെ മാറ്റിയത് എന്നുള്ളതും വളരെ ശക്തമായിട്ട് താൻ ഇവിടെ പറയുന്നു. 9-ാമത്തെ വാക്യത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നു, ഫോർ ഐ ആം ദ ലീസ്റ്റ് ഓഫ് ഓൾ അപ്പോസ്റ്റൽസ്, ഇൻ ഫാക്ട് ഐ എം നോട്ട് ഈവൻ വർത്തി ടു ബി കോൾഡ് an apostle after the way I persecuted the God's church. പൗലോസിന്റെ ഒരു സെൽഫ് അവയർനെസ് ആണ് പറയുന്നത്. Paul acknowledged being least of apostles due to the past persecution of the church. പണ്ട് ദൈവസഭയെ പീഡിപ്പിച്ചതുകൊണ്ട് താൻ തന്നെ കുറിച്ച് പറയുന്നു, ഐ എം ദ ലീസ്റ്റ് ഓഫ് അപ്പോസ്റ്റോൾസ്. പിൻകാലത്ത് തനിക്കൊരു മാനസാന്തരം ഉണ്ടായി, കർത്താവിൻ്റെ ആ ഉയർപ്പിന്റെ ശക്തി തന്നെ മാറ്റുവാനായിട്ടിടയായി. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യമായി പൗലോസ് ഇവിടെ പറയുന്നത് കർത്താവിൻ്റെ ആ ഗ്രേസ് ആണ്, ഡെപ്ത് ഓഫ് ഗ്രേസ്. ഗോഡ്സ് ഗ്രേസ് റെഡീംസ് ഈവൻ ഹിസ് എനിമീസ്. തൻ്റെ ക്രൂശിന്റെ ശത്രുവായിരുന്നവരെ പോലും മാറ്റുന്ന ദൈവത്തിന്റെ കൃപ. ഹല്ലേലൂയ. അതിനകത്ത് മറ്റൊരു മർമ്മം നമ്മോട് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ദ ലീഡർഷിപ്പ് ഗ്രൗണ്ടഡ് ഇൻ ഗ്രേസ്. കർത്താവിന്റെ കൃപയില്ലെങ്കിൽ, ഇപ്പൊ ചർച്ച് ലീഡർഷിപ്പ് ആണെങ്കിൽ, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഗ്രേസ് റാദർ ദാൻ മോറൽ സുപ്പീരിയോറിറ്റി ഓർ എനി സ്കിൽസ് ഓർ എബിലിറ്റി. ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് നമുക്കിന്ന് ആവശ്യം കർത്താവിന്റെ ഗ്രേസ് ആണ്. The model of repentance, Paul's humility exemplified the repentance and transformation of our life. 10-ാമത്തെ വാക്യത്തിലും അത് തന്നെയാണ് പറയുന്നത്. ഒന്ന് വായിക്കാം. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാൽ ആകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായതുമില്ല. അവരെല്ലാവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു, എന്നാൽ ഞാനല്ല, എന്നോട് കൂടെയുള്ള ദൈവകൃപയത്രേ. ഗ്രേസ് എന്നുള്ളതിനെ കുറിച്ചാണ് പൗലോസ് പിന്നെയും തന്നെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, ഗ്രേസ് ഈസ് നോട്ട് പാസീവ് ബട്ട് പ്രൊഡക്റ്റീവ്. തൻ്റെ മിഷൻ വർക്ക് എന്തിനെ കാണിക്കുന്നത്? ഒരു ഗ്രേസിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണെന്നാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഗ്രേസ് എനേബിൾ ഫെയ്ത്ത്ഫുൾ സർവീസ് വിത്തൗട്ട് ബോസ്റ്റിംഗ്. ദൈവത്തിന്റെ കൃപയിൽ നാം ശുശ്രൂഷിക്കുമ്പോൾ നാം നമ്മെ തന്നെ ബോസ്റ്റ് ചെയ്യാതെ കൃപയിൽ ആശ്രയിച്ച് നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഫെയ്ത്ത്ഫുൾ ആയിട്ട് അതിനെ സെർവ് ചെയ്യുവാനായിട്ട് കഴിയും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ബൈ ഗോഡ്സ് ഗ്രേസ് ഐ ആം വാട്ട് ഐ ആം. അതാണ് പൗലോസിന് തന്നെ കുറിച്ച് പറയുവാനായിട്ടുള്ളത്. ഈ കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിൽ അതിൻ്റെ മെയിൻ തീം
കർത്താവിൻ്റെ ഉയർപ്പാണ്, ആ ഉയർപ്പിൻ്റെ ശക്തിയാണ്, അതിലൂടെ ദൈവജനത്തിന് ലഭിച്ച ആ ദൈവകൃപയാണ് ഇവിടെ പറയുന്നത്. ഗ്രേസ് empowers his labor, but it was God's working through him. നമ്മളിലൂടെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, ദൈവത്തിൻ്റെ കൃപയാണ് നമ്മളെയൊക്കെ ഫ്രൂട്ട്ഫുൾ ആക്കി മാറ്റുന്നത്. 15-ാമത്തെ വാക്യം. ഞാനാകട്ടെ അവരാകട്ടെ ഇവണ്ണം ഞങ്ങൾ പ്രസംഗിക്കുന്നു, ഇവണ്ണം നിങ്ങൾ വിശ്വസിച്ചുമിരിക്കുന്നു. യൂണിറ്റി ഈസ് ഗ്രൗണ്ടഡ് ഇൻ ഷെയർഡ് ട്രൂത്ത്, നോട്ട് പേഴ്സണാലിറ്റി. അപ്പൊ ഈ സത്യത്തിലാണ് ഇതിനകത്തെല്ലാം. 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് വെദർ ഐ പ്രീച്ച് ഓർ ദേ പ്രീച്ച്, ഫോർ വി ഓൾ പ്രീച്ച് ദ സെയിം മെസ്സേജ് യു ഹാവ് ഓൾറെഡി ബിലീവ്ഡ്. ഇപ്പൊ പുതിയതായിട്ടൊന്നും അല്ല പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളല്ല, പുതിയ സംഭവങ്ങളല്ല. അന്ന് വരെ പഠിപ്പിച്ചിരുന്ന ആ കോറായിട്ടുള്ള സുവിശേഷവും കോറായിട്ടുള്ള ദൈവത്തിന്റെ വചനത്തിലുമാണ് ദൈവജനം ഉറയ്ക്കേണ്ടത്. അതിനാലാണ് ദൈവജനം വിശ്വസിക്കേണ്ടത്. നമുക്കൊക്കെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഈ പുതിയ ആശയങ്ങളോടൊക്കെ നമുക്ക് താല്പര്യമുണ്ട്. എങ്കിലും തിരുവചനം വളരെ വ്യക്തമായിട്ട് അതിൻ്റെ വളരെ കോറായിട്ട് അതിൻ്റെ ക്രീഡായിട്ട് അപ്പോസ്തലന്മാരിലൂടെ നമ്മളോട് പാസ് ഓൺ ചെയ്ത ആ തിരുവചനത്തിൽ തന്നെ ദൈവജനം ഉറച്ചു നിൽക്കണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ കർത്താവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് പൗലോസ് പറയുന്നു. അതിൻ്റെ പ്രൂഫ് പഴയ നിയമത്തിലെ അപ്പോസ്തലന്മാരുടെ സുവിശേഷത്തിൽ അപ്പോസ്തലന്മാരുടെ പ്രസംഗങ്ങൾ, അപ്പോസ്തലന്മാരുടെ ട്രഡീഷൻ അവർ പാസ് ഓൺ ചെയ്തത്, ദൈവസഭയ്ക്ക് പാസ് ഓൺ ചെയ്തതിനെ കുറിച്ചൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യത്തിൽ വളരെ ക്ലിയർ ആണ്. ആ ഒരു ഡോക്ട്രിൻസ് പൗലോസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അതിന് വിറ്റ്നസ്സസ് ഉണ്ട്, അത് ഹിസ്റ്റോറിക്കൽ ട്രൂത്ത് ആണ്. അപ്പൊ അതിനകത്തൊന്നും ഒരു സംശയമില്ല. അങ്ങനെ നിൽക്കുമ്പോൾ കുറെ ആൾക്കാർക്ക് ഇതിനകത്തൊരു സംശയം ഇല്ലാതിരിക്കുമ്പോൾ, എന്നാൽ മറ്റൊരു കാര്യത്തിൽ അവർക്ക് സംശയം എന്ന് പറഞ്ഞാൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അത് കർത്താവ് ആയതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു, പക്ഷെ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമോ എന്നുള്ള ഒരു ചോദ്യം അവരുടെ ഇടയിൽ വലിയ ശക്തമായിരുന്നു. അത് വളരെ സംശയത്തോടുകൂടെയായിരുന്നു പല പ്രിയപ്പെട്ടവരും അതിനെ സമീപിച്ചിരുന്നത്. ഇന്നത്രത്തോളം ആൾക്കാർ അതിനകത്ത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും ദൈവജനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യാശ കർത്താവൻ വരുമ്പോൾ നാം ദൈവസഭ കർത്താവിൻ്റെ കൂടെ പോകുമെന്നുള്ളതാണ്. റിസറക്ഷനാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. 12 മുതലുള്ള വാക്യങ്ങൾ അതാണ് നാം കാണുന്നത്. 20 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സമയം അനുവദിക്കുമെന്ന് അറിയത്തില്ല. ഇപ്പൊ 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. ദോസ് ഹു ആൻസേർഡ് ഹു ഡിനേ ദ റിസറക്ഷൻ ഓഫ് ദ ബോഡി. അപ്പോൾ അതാണ് പൗലോസ് അഡ്രസ് ചെയ്യുന്നത്. ഇപ്പൊ 12-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എങ്കിൽ ക്രിസ്തുവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. സെൻട്രൽ ക്വസ്റ്റ്യൻ ഓർ converts those who deny the resurrection of the dead while accepting that Christ himself has been raised. അപ്പം കർത്താവ് ഉയർത്തെഴുന്നേറ്റു, പക്ഷേ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അപ്പൊ അതിനൊരു ലോജിക്കൽ ഇൻകൺസിസ്റ്റൻസിയാണ് പൗലോസ് പറയുന്നത്. ഇഫ് ക്രൈസ്റ്റ് ഈസ് preached has risen, denying the general resurrection contradict very gospels the Corinthians received. അപ്പം കൊരിന്ത്യൻസിന് പൗലോസ് ഷെയർ ചെയ്ത നൽകിയ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുകയും, ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് മറ്റ് പല പഠിപ്പീരുകളിൽ നിന്നൂടെ ആയിരിക്കാം ഈ സഭ തെറ്റിപ്പോകുവാനായിട്ട് അല്ലെങ്കിൽ ഈ സഭ ഇങ്ങനെ വിശ്വസിക്കുവാനായിട്ട് ഇടയായത്. പഴയ അധ്യായങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത ഒരു സഭയാണ്, ഒന്നിനും കുറവില്ലാത്ത ഒരു സഭയാണ്. എങ്കിലും അവർ പല കാര്യങ്ങളിലും ടീച്ചിങ്ങിൽ പലപ്പോഴും അവർ തെറ്റായി പോകുവാനായിട്ടിടയായി. അത് മറ്റ് പല ഫിലോസഫേഴ്സിനും ആ സഭകളിൽ വന്ന് പഠിപ്പിക്കുകയും തെറ്റായ തിരുവചനം അവർ ഏറ്റെടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ അവർ ഒരുപാട് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുന്നവരായതുകൊണ്ടായിരിക്കാം പലപ്പോഴും തിരുവചനം അതുപോലെ വിശ്വസിക്കാൻ അവർക്ക് സാധിച്ചില്ല.
അപ്പൊ അതിന്റെ ഒരു ഉത്തരമായിട്ടാണ് പൗലോസ് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഇഷ്യൂ, ദ ഹാർട്ട് ഓഫ് ദ ഇഷ്യൂ, ക്രൈസ്റ്റ് ഹാസ് ട്രൂലി ബീൻ റൈസ്ഡ് ആൻഡ് ദ റിസറക്ഷൻ ഈസ് നോട്ട് എ തിയറി, ഇറ്റ് ഈസ് എ റിയാലിറ്റി ദാറ്റ് ഈസ് ഓൾറെഡി ബ്രോക്കൺ ഇൻ ടു ഹിസ്റ്ററി. ഇപ്പൊ പൗലോസ് ഇവിടെ പോൾസ് ടീച്ചിങ്ങിനെ ചലഞ്ച് ചെയ്യുകയാണ്. 13ാമത്തെ വാക്യം പറഞ്ഞു, ഇഫ് ദർ ഈസ് നോ റിസറക്ഷൻ ഓഫ് ദ ഡെഡ് ദെൻ ദ ക്രൈസ്റ്റ് ഹാസ് നോട്ട് ബീൻ റൈസ്ഡ് either. അപ്പം വളരെ ബോൾഡായിട്ട് പൗലോസ് ഇത് രണ്ടും കൂടെ ഒരു ഒരു ചങ്ങലയിൽ യോജിപ്പിക്കുന്നത് പോലെ തന്നെ കണക്ട് ചെയ്ത് പറയുകയാണ്. ഇതൊരു പക്ഷേ വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ട്രൂത്ത് ആയിരിക്കാം. പക്ഷെ പൗലോസ് വളരെ ഫോഴ്സസ് us to follow the logic all the way. He cannot pick one part and leave other part. പലരും ഗോസ്പലിന്റെ ഒരു ഭാഗം എടുക്കും, മറ്റേ ഭാഗം വിട്ട് കളയുവാനായിട്ട് ഇടയാകും. ഇത് പറയുകയാണ്, പൗലോസിന്റെ ഈ ആഗ്രഹം, തന്റെ ഹൃദയം പറയുകയാണ്, ഇത് രണ്ടും കൂടെ യോജിച്ചാണ് പോകുന്നത്. ഇത് കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നില്ലെങ്കിൽ കർത്താവ് ഉയർത്തെഴുന്നേൽക്കുന്നില്ല. 14ാമത്തെ വാക്യത്തിലേക്ക് വരാം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അപ്പൊ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം, ഇതുവരെ നമ്മൾ പഠിപ്പിച്ചതും നമ്മൾ ചർച്ചിൽ പോകുന്നതും നമ്മൾ കേൾക്കുന്നതും ടൈം സ്പെൻഡ് ചെയ്യുന്നതും എല്ലാം ഒരു പോയിന്റ്ലെസ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ട് വളരെ ട്രാജിക് ആയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്, ഒരു ട്വിൻ കാഷ്വാലിറ്റിയെ കുറിച്ച് പൗലോസ് പറയുന്നത്. മെസ്സേജ് ഇറ്റ് സെൽഫ് ബിക്കം ഹോളോ ആൻഡ് ദ ട്രസ്റ്റ് പ്ലേസ്ഡ് ഇറ്റ് ബിക്കം പോയിന്റ്ലെസ്. നമ്മൾ ഈ പറയിക്കുന്നതിനകത്ത് പഠിപ്പിക്കുന്നതിനകത്ത് ഒന്നും ഒരർത്ഥവും ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. നമ്മളിത് പൂർണ്ണമായിട്ട് വിശ്വസിച്ചില്ലെങ്കിൽ, കർത്താവ് ഉയർത്തെഴുന്നേറ്റില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യത്തിനകത്തൊന്നും ഒരർത്ഥവുമില്ല. എന്തിനാ ഞാൻ ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, പൗലോസ് എന്തിനാ ഇത് ആ സഭയെ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവർ പോലും ആ സഭയിൽ വരുന്നെന്നുള്ളത് ഒരു സത്യമാണ്, അല്ലെ? കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എന്ന് വിശ്വസിക്കുന്നവർ പോലും ആ സഭയിൽ വരുന്നുണ്ട്. അപ്പൊ അവരെന്തിനായിരിക്കും ഈ സഭയിൽ വരുന്നത്? അവർക്ക് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട്, അല്ലെങ്കിൽ അവർക്കുള്ള ഫിസിക്കലായിട്ടുള്ള അവരുടെ നീഡ്സ് ഒക്കെ മീറ്റ് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടായിരിക്കും അവർ വരുന്നത്. അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ഉത്തരം നൽകാൻ വേണ്ടിയിട്ടും, ഉത്തരം കിട്ടാൻ വേണ്ടിയിട്ടും, അല്ലെങ്കിൽ അവർ കൂടുതൽ ബ്ലസ്ഡ് ആകാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിരിക്കും ഇന്ന് സഭയിൽ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഈ കാലഘട്ടത്തിലും ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ഉറപ്പുമില്ല, അല്ലെങ്കിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ള കാര്യത്തിനകത്തൊരു ഉറപ്പുമില്ല. അങ്ങനെയുള്ള ഒരുപാട് പേരും ഇന്നും ഇതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം ഒരു സത്യമാണ്. ഇന്ന് നമുക്ക് കാണാം, നമ്മുടെ മീഡിയാസിലും സോഷ്യൽ മീഡിയാസിലും ഒക്കെ കാണാം, ഈ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ പാസ്റ്റേഴ്സിന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയും പ്രവാചകന്മാരുടെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണാം. അവരൊക്കെ എന്തിനാ വേണ്ടിയിട്ടോ വരുന്നത്? കർത്താവ് ഉയർത്തെഴുന്നേറ്റതുകൊണ്ടോ, അല്ലെങ്കിൽ അതിനകത്ത് അവർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ടോ ഒന്നും അല്ല വരുന്നത്. അവർ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം അവരുടെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് വരുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കണം, അതല്ല ക്രിസ്ത്യാനിറ്റി എന്നുള്ളത്. ആരൊക്കെ ദൈവസഭയിൽ വരുന്നതെന്നുള്ളതല്ല ക്രിസ്ത്യാനിറ്റി. വലിയ വലിയ സെലിബ്രിറ്റീസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് അങ്ങ് വലിയ സന്തോഷിക്കാനായിട്ടുള്ള കാര്യമൊന്നുമില്ല. ഈ പ്രധാനപ്പെട്ട ഈ പോയിന്റിൽ നിന്ന് മാറുന്ന, കർത്താവ് മരിച്ചുവെന്നും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ മരിച്ചുവെന്നും അവൻ മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്നും അവൻ നമ്മളെ ചേർക്കുവാൻ വീണ്ടും വരുമെന്നും ഈ കാര്യങ്ങളൊന്നും വിശ്വസിക്കാത്തടത്തോളം കാലം ഈ കാണുന്നതിനകത്തൊന്നും ഒരു അർത്ഥവുമില്ല. നമ്മുടെ പ്രസംഗവും വ്യർത്ഥമാണ്, നമ്മുടെ വിശ്വാസവും വ്യർത്ഥമാണ്, നമ്മുടെ കൂടിയരവും വ്യർത്ഥമാണ്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഈ നാട്ടുകാരെ മുഴുവൻ അറിയിക്കുന്നത് വ്യർത്ഥമാണ്. ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഒരു സത്യം. എംപ്റ്റി പ്രീച്ചിങ് ആൻഡ് എംപ്റ്റി ഫെയ്ത്ത്. ഇന്ന് ഇതിനോട് സമമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ഇടയിൽ നടക്കുന്നത് കൊണ്ട് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. 15ാമത്തെ വാക്യത്തില് നാം കാണുന്നത് false witnesses of God. 15ാമത്തെ വാക്യം ഒന്ന് വായിക്കാം.
മരിച്ചവർ ഉയർക്കുന്നില്ല എന്ന് വരികിൽ ദൈവം ഉയർപ്പിച്ചിട്ടില്ലാത്ത ക്രിസ്തുവിനെ അവൻ ഉയർപ്പിച്ചു എന്ന് ദൈവത്തിന് വിരോധമായി സാക്ഷ്യം പറയുകയാൽ ഞങ്ങൾ ദൈവത്തിന് കള്ളസാക്ഷികൾ എന്ന് വരും. വളരെ സീരിയസ് ആയിട്ട് പൗലോസ് പറയാണ്. ഇങ്ങനെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ പൗലോസ് ചിന്തിച്ച് പറയാണ്. ഇപ്പൊ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ, അവന്റെ ഇമ്പീരിയർ മുദ്രയൊക്കെ പൊട്ടിച്ച് കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ, ഞങ്ങളെല്ലാം പത്രോസെ, പൗലോസെ തുടങ്ങിയ അപ്പോസ്തലന്മാരെ ഇവരെല്ലാവരും എന്തായിട്ട് വരും? ഞങ്ങളെല്ലാം കള്ളസാക്ഷികൾ എന്ന് വരും. If witnesses is false, the entire ministry is discredited. അതെന്തിനാ പൗലോസ് എങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരു ഭാഗം മാത്രം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ് സത്യം. പൗലോസ് പറയാണ്, ഈ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ ഈ വിശ്വാസമേ ഇല്ല, പിന്നെ ഈ ക്രിസ്ത്യാനിറ്റിയേ ഇല്ല. നമ്മൾക്കും ഇന്ന് എത്ര പേർക്ക് അത്രയ്ക്കൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഈ ഫണ്ടമെന്റൽസ് ട്രൂത്തിൽ വിശ്വസിച്ചില്ല എങ്കിൽ പിന്നെ ഈ പറയുന്നതിനകത്തൊന്നും ഒരു കാര്യമില്ല, ഒരർത്ഥവും ഇല്ല. ഞങ്ങളൊക്കെ കള്ളസാക്ഷികളാണ്, ഞങ്ങളെല്ലാം പറഞ്ഞത് കള്ളമാണ്, ഇതിനകത്തൊന്നും ഒരർത്ഥവും ഇല്ല എന്നുള്ളതാണ് നാം ഇവിടെ കാണുന്നത്. If there is no resurrection of the dead, then the Christ has not been raised. കർത്താവ് ഉയർത്തെഴുന്നേറ്റിൽ നമ്മുടെ ഒരു റിസറക്ഷൻ ഇല്ലെങ്കിൽ കർത്താവും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. There is no middle ground. Paul leaves no room for comfortable compromise. There is no doubt. The resurrection is either wholly true or faith is wholly collapsed. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകത്തില്ല. എന്നാൽ പലപ്പോഴും എല്ലായിടവും നടക്കുന്ന ഒരു കാര്യം, എല്ലാം ഒരുമിച്ച് പോകുന്ന ഒരു അവസ്ഥയിൽ ഒരു കോംപ്രമൈസ് ഗ്രൗണ്ട് നമ്മൾ പല കാര്യങ്ങളിലും ഉണ്ടാക്കാറുണ്ട്. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ബേസിക് ട്രൂത്തിൽ നിന്നൊക്കെ മാറിപ്പോകുവാനായിട്ട് അത് ഒരുപാട് ഇടയാക്കുമെന്നുള്ളത് ഒരു സത്യമാണ്. ദൈവവചനത്തിലോടൊന്നും കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുവാനായിട്ട് നമുക്ക് അധികാരമില്ല. യു കനോട്ട് ആഡ് ഓൾസോ. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കും കുറച്ചാലേ ഉള്ളൂ പ്രശ്നം, കുറച്ച് കൂട്ടിയാൽ കുഴപ്പമൊന്നും ഇല്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരാ. ദർ ഇസ് നോ അഡീഷൻ ഓർ ഡിലീഷൻ. 17, 18, 19 വാക്യങ്ങൾ വായിക്കാം. ക്രിസ്തു ഉയർത്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമത്രേ. നിങ്ങൾ ഇന്നും നിങ്ങളുടെ പാപങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തുവിൽ നിദ്ര കൊണ്ടവരും നശിച്ചുപോയി. നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. അപ്പൊ അതിന്റെ ഒരു കോറായിട്ടുള്ള ഫെയ്ത്ത് ഈസ് ഫ്യൂട്ടൈൽ സ്റ്റിൽ ഇൻ യുവർ സിൻസ്. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പാപങ്ങളൊന്നും മോചിച്ചിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും പാപത്തിൽ തന്നെയാണ്. നിങ്ങൾ ഇപ്പോഴും സ്വതന്ത്രരായിട്ടില്ല. നിങ്ങൾക്കെപ്പോഴും ഫോർഗീവ്നെസ് ലഭിച്ചിട്ടില്ല. അപ്പൊ ഇതിനൊരു ഡീപ്പ് കോൺസിക്വൻസസ് ഉണ്ടെന്നുള്ള കാര്യമാണ് പൗലോസ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിനെ ലൈറ്റായിട്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല. നിങ്ങളുടെ അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മുടെ ഈ കൂടിവരവുകളൊക്കെ കർത്തൃമേശയിൽ ഇതിന്റെ എപ്പോഴും നമ്മുടെ ഒരു റിമംബറൻസിനായിട്ട് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ഓർമ്മയ്ക്കായി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളെ തിരുവചനം പഠിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഓർമ്മയ്ക്കായിട്ട് ചെയ്യേണ്ടത്? നമ്മളിത് കൂടെ കൂടെ ഓർക്കണം. കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് പാപപരിഹാരമായി, അവൻ നമുക്ക് വേണ്ടി പകരമായി. അതുകൊണ്ടാണ് അവൻ മരിച്ചു, അടക്കപ്പെട്ടു, കല്ലറയിലായിരുന്നു, 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേറ്റു. ഇത് നമ്മുടെ അകത്ത് അങ്ങ് സോളിഡായിട്ട് ഏത് രാത്രിയിൽ, ഏത് ഉറക്കത്തിലും, ഏത് അബോധാവസ്ഥയിൽ പോലും നമ്മുടെ അകത്ത് ഇത് വളരെ സോളിഡായിട്ട് കാണണം. ഇതാണ് കോർ സുവിശേഷം. ഇതിലാണ് നാം ഉറക്കേണ്ടത്. ബാക്കിയൊക്കെ അതിൻ്റെ മേളിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യം ഇതാണ്. ഇനി ആ 18-ാമത്തെ വാക്യം, there is no hope beyond grave. ഇനി അതിന്റെ 19-ാമത്തെ വാക്യത്തിലോട്ടൊന്ന് വരാം. ഇതാണ് ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പൗലോസ് ഇവിടെ പറയുന്ന ഒരു കാര്യം. ഇഫ് അവർ ഹോപ്പ് ഇൻ ക്രൈസ്റ്റ് ഈസ് ഓൺലി ഫോർ ദിസ് ലൈഫ്. അപ്പൊ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. പറയാണ്, അങ്ങനെയുള്ളവരുടെ കാര്യം, വി ആർ മോർ ടു ബി പിറ്റീഡ് ദാൻ എനി വൺ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും
നിർഭാഗ്യവര ഏറ്റവും പിറ്റീഡായിട്ടുള്ള, ഏറ്റവും മോശമായിട്ടുള്ള വ്യക്തികൾ നമ്മളാണെന്നുള്ളത്. കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഈ ലോകത്തിൽ മാത്രം പ്രത്യാശയുള്ളവരാണെങ്കിൽ, അവർ ഹോപ്പ് ഈസ് ഇൻ ക്രൈസ്റ്റ് ഈസ് ഓൺലി ഫോർ ദിസ് ലൈഫ്. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം ഏതാണ്ട് ഈ ഭാഗത്തിലെല്ലാം പൗലോസ് എന്താണ് ഇത്രയും നേരം പറഞ്ഞു വന്നെന്നുള്ളതിന്റെ ഒരു പോയിന്റ് ഇവിടെ മനസ്സിലായല്ലോ. അപ്പൊ ഈ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ എന്ന സംശയമുള്ളവരും നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമോ എന്നുള്ള സംശയമുള്ളവരും ഒക്കെ മുടങ്ങാതെ ചർച്ച വരുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അവർ ചർച്ച വരുന്നതെന്ന് ചോദിച്ചാൽ, അവരുടെ ആഗ്രഹം, അവരുടെ താല്പര്യം ഒക്കെ ഈ ലോകത്തിലുള്ള കാര്യങ്ങളോടായിരുന്നു. The lowest point, if hope in Christ is limited to this life alone, എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കിയാൽ, നമ്മളെ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ, നമ്മൾ ഈ ചെയ്യുന്നതും ഈ കാണിക്കുന്നതും ഒക്കെ നമ്മുടെ അൾട്ടിമേറ്റ്, നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിൽ, നമുക്ക് വലിയ സാക്ഷ്യങ്ങളൊക്കെ പറയാൻ പറ്റും, വലിയ പ്രസംഗങ്ങളൊക്കെ പറയാൻ പറ്റും, പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഈ ലോകത്തിലെ ധനവും, ഈ ലോകത്തിലെ മാനവും, ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രമാണ് നമ്മളെ ഇതിലേക്കൊക്കെ നയിക്കുന്നതെങ്കിൽ, നമ്മളെക്കുറിച്ചാണ് ഈ പറയുന്നത്. നമ്മളാണ് ഏറ്റവും മോസ്റ്റ് പിറ്റിയബിൾ ഓഫ് ഓൾ. കാര്യം ഇത്രയും വലിയ ആ രക്ഷയുടെ സുവിശേഷം, ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം വിട്ടിട്ട് അപ്രധാനമായ ഒരു കാര്യവുമില്ലാത്ത ഈ ലോകം കൊണ്ട് അവസാനിക്കുന്ന ഈ വിഷയങ്ങളുടെ പുറകെ നാം ഓടിയാൽ, ഓ പ്രൈസ് ലോർഡ്, അതുപോലൊരു ഡാർക്കസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഇല്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു വാക്യം നമ്മുടെ ഒന്ന് ചലഞ്ച് ചെയ്യാനായിട്ടിടയാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല, നമ്മുടെ സുവിശേഷവും അങ്ങനെ തന്നെ ആയിരിക്കണം. പലപ്പോഴും നമുക്ക് അറിവില്ലായ്മയുടെ കാലത്തൊക്കെ നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്, എന്നുപോലെ നമ്മുടെ ജീവിതം മാറിയതും, അതൊക്കെ നല്ല സാക്ഷ്യങ്ങളാണ്. പക്ഷേ അതല്ല നമ്മുടെ സുവിശേഷം, അതല്ല മറ്റുള്ളവരെ മാറ്റേണ്ടത്. നമ്മുടെ രോഗം മാറിയത് അല്ല മറ്റുള്ളവരുടെ കർത്താവിലേക്ക് കൊണ്ടുവരേണ്ടത്. അതൊക്കെ ഒരുപക്ഷെ നല്ല കാര്യങ്ങളായിരിക്കാം. നമ്മുടെ രോഗം മാറിയെന്ന് നമ്മൾ വലിയ സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ, രോഗം മാറാത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേരുടെയും രോഗം മാറിയിട്ടില്ല, ഒരുപാട് പേരുടെയും കടഭാരം മാറിയിട്ടില്ല, ഒരുപാട് പേരുടെയും വിഷയങ്ങൾ മാറിയിട്ടില്ല, ഒരുപാട് പേർക്ക് ജോലി കിട്ടിയിട്ടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാര്, വിശ്വസ്തരായിട്ടുള്ളവരുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമ്മുടെ സാക്ഷ്യം നമുക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. പൗലോസ് പറഞ്ഞതുപോലെ അവന്റെ മഹാകരുണയാ, കൃപയാ അവൻ നമ്മളെ മാറ്റുവാനായിട്ടിടയായി. നമ്മുടെ ഹൃദയത്തിനകത്ത് ഉറയ്ക്കേണ്ടതും നാം മറ്റുള്ളവരോട് പറയേണ്ടതും ഒറ്റ കാര്യമാണ്: കർത്താവിന്റെ ക്രൂശുമരണം. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റു. അതാണ് ജനത്തെ മാറ്റേണ്ടത്. അത് ജനത്തെ മാറ്റും. ആ സുവിശേഷത്തിന് അതിനുള്ള ശക്തിയുണ്ട്. അതിനകത്ത് ലോജിക്കലായിട്ടൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല എങ്കിൽ പോലും ആ സുവിശേഷത്തിന്, ആ തിരുവചനത്തിന് ശക്തിയുണ്ട്. ഇന്ന് ലോകത്തില് അനേകരെ മാറ്റിയ, അനേകരുടെ ജീവിതം മാറ്റിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ആ സുവിശേഷം, അതാണ് പൗലോസ് പറയുന്നത്. ദാറ്റ്സ് അവർ ഗ്രീഡ്, ദാറ്റ്സ് ആൻ അപ്പോസ്തോലിക് ട്രാൻസ്മിഷൻ. അപ്പോസ്തലന്മാരിലൂടെ നിങ്ങൾക്ക് പകരപ്പെട്ട ആ സുവിശേഷം, അതാണ് പ്രസംഗിക്കേണ്ടത്. ആ സുവിശേഷത്തില് നിങ്ങൾ റിസീവ് ചെയ്ത ആ സുവിശേഷത്തില് കർത്താവ് ഉയർത്തെഴുന്നേറ്റു, നാം ഉയർത്തെഴുന്നേൽക്കും. അതാണ് നമ്മുടെ വലിയ പ്രത്യാശ. യുവജനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.